വൺ മാൻസ് റെയിൻ ഈസ് അനദേഴ്സ് സൺഷൈൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഒരാൾക്ക് മഴ മറ്റൊരാൾക്ക് വെയിലെന്നല്ല, ഒരാൾക്ക് കഷ്ടകാലം മറ്റൊരാൾക്ക് സന്തോഷത്തിൻ്റെ സമയം എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ച മുംബൈ ഹൈക്കോടതിയുടെ ഒരു വിധി വന്നിരുന്നു. ഈ ബോംബെയിൽ തീവണ്ടികളിൽ സ്ഫോടനം നടത്തി ഏതാണ്ട് 180 പേരെ കൊല്ലുകയും 300-ലധികം പേർക്ക് പരിക്കേൽപ്പിക്കുകയും ചെയ്ത കേസിലെ എല്ലാ പ്രതികളും എന്ന് വെച്ചാൽ വിചാരണ നേരിട്ട എല്ലാ പ്രതികളും കുറ്റവിമുക്തരാക്കിക്കൊണ്ടുള്ള വിധിയായിരുന്നു അത്. ആ പ്രതികൾ ഏതാണ്ട് 18 കൊല്ലത്തോളം ജയിൽവാസം അനുഭവിച്ചു. അവർ വിചാരണ കോടതി ശിക്ഷിച്ചാണ് 4 പേരെ തൂക്കാൻ വിധിച്ചു. അതിലൊരാൾ അപ്പീൽ പെൻഡിങ്ങിലിരിക്കുന്ന സമയത്ത് മരിച്ചുപോയി. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 3 പേരും, അപ്പീൽ അബേറ്റ് ചെയ്ത് പോയ ആളും, അതുപോലെ ജീവപര്യന്തത്തിന് വിധിക്കപ്പെട്ട ബാക്കി 8 പേരും യഥാർത്ഥത്തിൽ അവരെ കുറ്റക്കാരാണ് എന്ന് വിധിക്കാൻ പര്യാപ്തമായത്ര തെളിവുകളില്ല. ഇവർക്ക് സംശയത്തിൻ്റെ ആനുകൂല്യം ലഭിക്കേണ്ടതാണ്. അന്വേഷണത്തിൽ ഒരുപാട് പാകപ്പിഴകൾ സംഭവിച്ചിട്ടുണ്ട്. വിചാരണ കോടതി അത് വേണ്ട രീതിയിൽ വിലയിരുത്താതെയാണ് ഈ പ്രതികളെ കുറ്റക്കാരാണെന്ന് വിധിച്ചത്. അങ്ങനെയാണ് അവരെ ശിക്ഷിച്ചത്. അവരെ ശിക്ഷിക്കാൻ ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് വ്യവസ്ഥയില്ല. അതുകൊണ്ട് ഇവരെ മോചിപ്പിക്കുന്നു എന്നാണ് ബോംബെ ഹൈക്കോടതി വിധിച്ചത്. അതിനെതിരായിട്ട് മഹാരാഷ്ട്ര സർക്കാർ സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട്. ആ വിധി സ്റ്റേ ചെയ്തിട്ടുണ്ട്. പ്രതികളെ വിട്ടതിനെയല്ല സ്റ്റേ ചെയ്ത്. പ്രതികളിപ്പോൾ പുറത്തിറങ്ങി ശുദ്ധവായു ശ്വസിച്ച് ശുദ്ധജലം കുടിച്ച് ജീവിക്കുകയാണ്, അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങളൊപ്പം കഴിയുകയാണ്. 2 പേരെ ഒഴിച്ച് ബാക്കി എല്ലാവരും പുറത്തിറങ്ങി. 2 പേര് വേറെ പല കേസിലും പ്രതിയായതുകൊണ്ട് ജയിലിൽ തുടരുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇവരെ വെറുതെ വിട്ടപ്പോൾ ഈ നാട്ടിൽ കുറേ ആളുകൾ സത്യം ജയിച്ചു, നീതി നടപ്പായി. ഈ പാവപ്പെട്ട 12 പേർക്ക് നഷ്ടപ്പെട്ട 18 കൊല്ലം ആര് തിരിച്ചു കൊടുക്കും? അവർക്ക് നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ട്. ഇവരെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലാക്കിയാണ് ചെയ്തത് എന്നൊക്കെ വാദിച്ചു. ഞാൻ അതേക്കുറിച്ചൊരു വീഡിയോ ഇവിടെ ചെയ്തിരുന്നു. ആ വീഡിയോയുടെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഈ കാര്യങ്ങളിവിടെ പറയുന്നത്. അതിൽ പറഞ്ഞ കാര്യം തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത്. ഈ കോടതി വെറുതെ വിട്ടു എന്ന് വെച്ച് പ്രതികൾ നിരപരാധികളാണ് എന്ന അർത്ഥമില്ല. കുറ്റം ചെയ്തത് മിക്കവാറും അവർ തന്നെ ആയിരിക്കും. അതുകൊണ്ട് അവരെ പോലീസ് പ്രതിയാക്കി. പക്ഷേ കോടതിയിൽ കുറ്റം തെളിയിക്കാൻ പറ്റിയില്ല. നമ്മുടെ നാട്ടിൽ ഈ പ്രതികളെ ശിക്ഷിക്കാമെന്ന് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കുറ്റം സംശയാതീതമായിട്ട് തെളിയണം. അത് തെളിയിക്കുക അത്ര എളുപ്പവുമല്ല. ഗൂഢാലോചന പോലുള്ള കുറ്റങ്ങളൊക്കെ സാധാരണ 199 കേസിൽ തെളിയുകയില്ല. ഇനിയിപ്പോൾ കീഴ്ക്കോടതിയിൽ തെളിഞ്ഞാലും ഹൈക്കോടതിയിൽ ചെല്ലുമ്പോൾ കോടതിക്ക് സംശയം തോന്നും. അപ്പോൾ സംശയത്തിൻ്റെ ആനുകൂല്യം കിട്ടും. ഇങ്ങനെ പലവിധ ഉടായ്പകളുള്ളതുകൊണ്ട്, പല ലൂപ്പുകളുള്ളതുകൊണ്ടാണ് പല പ്രതികളും രക്ഷപ്പെട്ടു പോകുന്നത്. പട്ടാപ്പകൽ നടു റോഡിലിട്ട് വെട്ടിക്കൊന്ന കേസിൽ പോലും ആളുകൾ ധൈര്യപ്പെട്ട് മൊഴി പറയുകയില്ല. ഇനി സാക്ഷികൾ മൊഴി പറയുമ്പോൾ അതിൽ പല വിധത്തിലുള്ള പൊരുത്തക്കേടുകളുണ്ടാവും. 3 സാക്ഷി വിസരിച്ചാൽ 4 തരത്തിലായിരിക്കും മൊഴി വരിക. അതിനുപരിയായിട്ട് പ്രോസിക്യൂട്ടർമാരുടെ ഭാഗത്തുനിന്നുള്ള ഉദാസീനത ഉണ്ടാകും. പിന്നെ പല ജഡ്ജിമാരും ഈ പ്രതികളോട് വലിയ സഹാനുഭൂതി ഉള്ളവരാണ്. ഇങ്ങനെയുള്ള എല്ലാ കാരണങ്ങളും കൊണ്ടും പ്രതികളെ ശിക്ഷിക്കാനല്ല, വെറുതെ വിടാനാണ് സാധ്യത കൂടുതൽ. അപ്പോൾ ഇങ്ങനെ ഒരു പരാധീനത അവിടെ ഉണ്ട്. ഇപ്പോൾ അത് തന്നെയാണ് ഈ മലേഗാവ് സ്ഫോടന കേസിലും ഉണ്ടായിട്ടുള്ളത്. മലേഗാവ് സ്ഫോടനം ഉണ്ടായത് 2008-ലാണ്. അത് ഹിന്ദുത്വ തീവ്രവാദികൾ എന്ന് പറയപ്പെടുന്ന ആളുകളാണ് ഈ ബോംബ് സ്ഫോടനം നടത്തിയത്. 6 പേരോ മരിച്ചു, ഒരുപാട് പേർക്ക് പരിക്ക് പറ്റി. പ്രജ്ഞ സിംഗ് ഠാക്കൂർ എന്ന് പറഞ്ഞൊരു മഹതിയായിരുന്ന അതിലെ ഒരു പ്രധാന പ്രതി, പിന്നെ ഒരു കേണൽ പുരോഹിത്, ഇവരെക്കുറിച്ചൊക്കെ ഒരുപാട് കഥകൾ, ഒരുപാട് സ്റ്റോറികൾ നമ്മുടെ പത്രമാധ്യമങ്ങളിലൊക്കെ വന്നാണ്, ടെലിവിഷനിലും വന്നാണ്. ഒരുപാട് ചർച്ച അതേ തുടർന്ന് ഉണ്ടായതാണ്. അതിലൊരു സ്വാമി അസീമാനന്ദ എന്ന് പറഞ്ഞൊരു പുങ്കവൻ നടത്തിയ കുറ്റസമ്മത മൊഴി, പിന്നെ പുള്ളി ആ കുറ്റസമ്മതം പിൻവലിച്ചത്, അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങളും ഒക്കെ ഉണ്ടായതാണ്. അതിൻ്റെ വിചാരണയാണ് ഇപ്പോൾ ഏതാണ്ട് 16, 17, 18 കൊല്ലത്തിന് ശേഷം പൂർത്തീകരിച്ചത്. വിചാരണ കോടതി നോക്കിയപ്പോൾ അതിൽ തെളിവുകളുണ്ട്. പക്ഷേ പ്രതികളെ ശിക്ഷിക്കാൻ പര്യാപ്തമായ അത്ര തെളിവുകളില്ല. ഇവരായിരിക്കാം കുറ്റകൃത്യം ചെയ്തത്, പക്ഷേ ഇവരാണെന്നുള്ളതിന് ഉറപ്പില്ല. ഇവരാണെന്നുള്ളതിന് ഉറപ്പുണ്ടായ പോരാ, ഇവരല്ലാതെ വേറെ ആരുമല്ല എന്നുള്ള കാര്യത്തിൽ കൂടി കോടതിക്ക് ഉറപ്പ് വരണം. അപ്പോൾ കോടതി ഇങ്ങനെ തേച്ച് ഉരച്ച് പരിശോധിച്ച് അവസാനം വന്നു പ്രതികളല്ലേ, പാവങ്ങൾ പോട്ടെ എന്നൊരു നിലപാടിലേക്ക് എത്തി. കോടതിക്ക് ഇവരെ ശിക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ സംശയാതീതമായി കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷനെ കൊണ്ട് സാധിച്ചില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പ്രതികളെല്ലാവരും കുറ്റവിമുക്തരാക്കി. ഇപ്പോൾ എന്ത് സംഭവിച്ചു? നേരത്തെ ഈ ബോംബെ സ്ഫോടന കേസിലെ പ്രതികളെ വിട്ടപ്പോൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയ ആളുകൾ, മതിമറന്ന ആളുകൾ, സത്യം ജയിച്ചു, നീതി നടപ്പായി എന്ന് പറഞ്ഞ് നെഞ്ചത്തിടിച്ച് നിലവിളിച്ച ആളുകൾ, ഇപ്പോൾ അവർ പിന്നെ നെഞ്ചത്തിടിക്കണം. അവർ പറയുന്നത്
ഈ പ്രതികളെ ശിക്ഷിക്കുന്നതിൽ, പ്രതികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നതിൽ പോലീസ് പരാജയപ്പെട്ടു, അവരെ ശിക്ഷിക്കുന്നതിൽ കോടതി പരാജയപ്പെട്ടു. ഈ രാജ്യത്തെ നിയമ സംവിധാനം, നീതിന്യായ വ്യവസ്ഥ ആകെ കുഴപ്പത്തിലായിരിക്കുകയാണ് എന്നാണ്. മറിച്ച് മറ്റേ കേസിലെ പ്രതികളെ വിട്ടപ്പോൾ ഞെട്ടിപ്പോയ ആളുകളുണ്ട്. അയ്യോ, പ്രതികൾ വെറുതെ വിടുക, എന്തൊരു അതിക്രമമാണിത്, തീവ്രവാദികളെ ഒരു കാരണവശാലും വെറുതെ വിടാൻ പാടില്ല, തെളിവുണ്ടെങ്കിലും ഇല്ലെങ്കിലും ശിക്ഷിക്കണം എന്ന് പറഞ്ഞിരുന്ന ആളുകൾ ഇപ്പോൾ അതേ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നു. അവർ പറഞ്ഞു, ഇതേ കണ്ടോ, കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്ത് നിരപരാധികളായ ചില സന്യാസിമാരെയും ഹിന്ദു സ്വാഭിമാനക്കാരെയും ഒക്കെ പോലീസ് കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്തതാണ്. ഇപ്പോൾ ദേ വിചാരണ കോടതി ഇവർ തികച്ചും നിർദോഷികളാണ്, നിരപരാധികളാണ്, യാതൊരു കുറ്റവും ചെയ്യാത്തവരാണ്, പച്ചവെള്ളം കടിച്ച് ചവച്ച് കുറേശ്ശെ കഴിക്കുന്നവരാണ് എന്ന് കണ്ടെത്തി അവരെ മോചിപ്പിച്ചിരിക്കുകയാണ്. ആരാണ് ഇതിന് ഉത്തരവാദി എന്ന് ചോദിക്കുക. ഇത് മറ്റതിൻ്റെ നേർ വിപരീതമായ ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. അത് ഞാൻ പറഞ്ഞ വൺ മാൻസ് റെയിൻ ഈസ് അനദേഴ്സ് സൺഷൈൻ എന്ന്. ഏതായാലും ഇവർ തമ്മിൽ ഈ പ്രശ്നം ഇങ്ങനെയൊന്നും തീരെയില്ല. ഒരു കേസിൽ പ്രതികളെ ശിക്ഷിക്കുമ്പോൾ അവർക്ക് കോടതിയെക്കുറിച്ച് വലിയ ബഹുമാനമായി, വേറൊരു കേസിൽ വെറുതെ വിടുമ്പോൾ അയ്യോ ഭയങ്കര അതിക്രമം, കൊലപാതകം, ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറയും. തിരിച്ചും അതുപോലെ തന്നെ ശിക്ഷിക്കുമ്പോൾ ചിലർ നെഞ്ചത്തിടിക്കും, വെറുതെ വിടുമ്പോൾ ചിലർ തുള്ളിച്ചാടും. അപ്പോൾ ഇതൊക്കെ ഈ നാട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കാരണം ഈ ജനാധിപത്യമുണ്ട്, ആർക്ക് എന്ത് മണ്ടത്തരവും പറയാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും നമ്മുടെ രാജ്യത്തുണ്ട്. ഇതിപ്പോൾ ഞാനോ നിങ്ങളോ പറയുന്നത് കൊണ്ട് അതിന് യാതൊരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ള കാര്യവും വ്യക്തമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മുടെ ജനാധിപത്യം ഇങ്ങനെ കുറേശ്ശെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഈ തീവ്രവാദത്തെ ഒതുക്കിയതിൻ്റെ ക്രെഡിറ്റ് സാക്ഷാൽ ചിദംബരത്തിന് തന്നെയാണ്. ഞാൻ ചിദംബരത്തിൻ്റെ ഒരു ആരാധകനൊന്നുമല്ല എന്ന് മാത്രമല്ല, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരിൽ ഒരാളായിരുന്നു ചിദംബരം എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അദ്ദേഹത്തെ CBI മതിലിയാടിച്ചെന്ന് അറസ്റ്റ് ചെയ്തപ്പോൾ സന്തോഷിച്ച ഒരാളാണ് ഞാൻ. കാരണം പുള്ളി അത്ര വലിയൊരു കൊള്ളക്കാരനാണ്. സത്യം പറഞ്ഞാൽ വീരപ്പനൊക്കെ ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒന്നുമല്ല. എങ്കിൽ പോലും ചിദംബരം ഇങ്ങനെ ചില നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ ആദ്യം പറഞ്ഞ രീതിയിൽപ്പെട്ട തീവ്രവാദികളെയും ഇപ്പോൾ പറയുന്ന രീതിയിൽപ്പെട്ട തീവ്രവാദികളെയും ഒതുക്കുന്നതിൽ പുള്ളി വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. പുള്ളി നിർത്തിയ സ്ഥലത്തു നിന്നാണ് നരേന്ദ്രമോദിയും രാജ്നാഥ് സിംഗും തുടങ്ങിയതും പിന്നീട് അമിത്ഷാ ഏറ്റെടുത്ത് ഈ തീവ്രവാദ നിർമ്മാർജ്ജന യജ്ഞം കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത്. അപ്പോൾ ഈ യാഥാർത്ഥ്യം തന്നെ നമുക്ക് തള്ളിക്കളയാൻ കഴിയുകയില്ല. ഏതായാലും ഈ തീവ്രവാദികളെ ഒതുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ചിദംബരത്തോടുള്ള അഗൈതവുമായ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം വിരമിക്കുന്നു. ബാക്കി പിന്നെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.